രക്ഷപ്പെടുത്താൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. അവര് വലിയ മൂർഖന് രാജവെമ്പാലനൊക്കെ പിടിക്കണവരാ. ഈ ഓപ്പറേഷൻ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ചേട്ടൻ 2-3 ദിവസം കളക്കാണ്ടിരുന്നിട്ട് തന്നെ ശ്വാസം മുട്ടിയിട്ട് എന്റെ വയറ് മുറിയാവോ? അമര പയറ് എനിക്ക് അങ്ങോട്ട് നല്ല മണം കളക്കിനോടത്തേക്ക് ഭാരം പൊക്കിട്ടായിരിക്കും. അതന്നെയാണ് ഉഗ്രം മഞ്ഞ പോലെ കേട്ടോ. ഉഗ്ര ഇതല്ല ചെമ്പലിക്ക് ഭയങ്കര വിലയുള്ള സാധന. പക്ഷെ അത് നടാൻ പറ്റിയിട്ട് കേട്ടോ ഈ സാധനം. ഞാനേ കള തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. സരിത പറഞ്ഞു ഇന്നുകൂടി കളക്കണ്ട, നമ്മുടെ ഈ കെട്ടഴിച്ചിട്ടില്ലല്ലോ. കണ്ട കെട്ടഴിച്ചിട്ടില്ല എന്തരീ. അപ്പം ഞാൻ കളക്കുകയാണ്. അപ്പം സരിത പറഞ്ഞു ഉച്ചയ്ക്ക് ചോറിനുള്ള മീൻ കൂട്ടാൻ വയ്ക്കാന്ന് പറഞ്ഞു. മഞ്ഞക്കോര മഞ്ഞൾ കൂട്ടാൻ വെക്കണേനേക്കാളും വറക്കുമ്പോഴാണ് ടേസ്റ്റ്. ചേട്ടൻ 2-3 ദിവസം കളക്കാണ്ടിരുന്നിട്ട് തന്നെ ശ്വാസം മുട്ടിയിട്ട് ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഇറങ്ങി. അപ്പൊ അതൊക്കെ അഴിച്ചു കളയണല്ലേ? അഴിച്ചു കളയാം. അത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണ്ട അഴിക്കണത് കാണിക്കണ. അല്ലേ ശരിയായില്ലോ. ഇതിപ്പോ നമ്മൾ തിന്നില്ലാണ്ടാണ് നമ്മളിത് ചെയ്യണെന്ന്. ഞാനപ്പോ കൂട്ടാൻ വയ്ക്കാൻ പോ. ചേട്ടാ അഴിച്ചോ. ഞാൻ അകലെ എന്നിട്ട് അഴിക്കാട്ടോ. അത് കാണിക്കുന്നില്ല. ഒരു വാഴല മറിച്ച് മുന്നിൽ വെക്കാലോ സരിത. അങ്ങനെ ഒരു വാഴല വെട്ടിയിട്ടേ ഇങ്ങനെ മുന്നിൽ. അപ്പോൾ സരിത അവിടെ കൂട്ടാൻ വയ്ക്കാൻ പോവാട്ടാ. ഈ കൂട്ടാൻ വലിയ പ്രത്യേകതകളൊന്നുമല്ല. ഞാനിത് അഴിച്ച് കളഞ്ഞിട്ട് വരാം. അല്ല ഇതുവരെക്കുള്ള എന്തോരം വളർന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കരുതില്ലേ? വാഴയ്ക്കും അതൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. നേന്ത്രവാഴ മറയിലേക്ക് പോ ചേട്ടൻ അഴിക്കാൻ. നേന്ത്രവാഴ അല്ല, ബ്ലേഡ് എടുക്കാനാ. ബ്ലേഡ് എന്തിനാ? അപ്പൊ ഇത് കെട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെ ചാണൊക്കെ കൊണ്ടുവന്നിട്ട് ചാണം അകലെ പോയിട്ട് എടുത്തുകൊണ്ടിരും. ഒരു വീടുണ്ട്, അവിടെ പോയിട്ട് ചാണം എടുത്തുകൊണ്ടിരും ഞാൻ. ബ്ലേഡ് മുറിച്ചിട്ടുണ്ടാവോ? എൻ്റെ വയറ് മുറിയാവോ? ഞാനാക്കണാ? വേണ്ട, ഞാൻ മുറിച്ചു. ഇതിപ്പോൾ നമ്മുടെ വേദന ഇവിടുത്തെ പോയി കഴിഞ്ഞിട്ട് അറിയാലോ. ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ല. എനിക്കിവിടെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഇവിടെ പോയിട്ടൊരു കളരി വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മളിത് ഒരു മരുന്നൊക്കെ വെച്ച് തേച്ചു. മരുന്ന് വെച്ച് ഒട്ടിച്ചു. വേദന പോയിട്ടില്ലെങ്കിൽ ഈ സാധനം വരില്ല, വിട്ടുപോരില്ല. ഇത് നോക്കിയേ, കൂളായിട്ട് വിട്ടു പോന്നു. അടിയോടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ചോളട്ടെ. ഇനി ഞാൻ അയച്ചു കളഞ്ഞോണ്ട് ഇനി കാണിക്കണ്ട. ഇതാണ് നമ്മുടെ മരുന്ന് തേച്ചിട്ടില്ല കേട്ടോ. കണ്ട, ഇതായാലും വിട്ടുപോരില്ല ശരിക്കും. നമ്മുടെ വേദന പോകണോട് കൂടിയിട്ട് വിട്ടുപോരും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പം എനിക്ക് ഇനി ധൈര്യമായിട്ട് കളയ്ക്കാം. അത് ഞാൻ കളയട്ടെ. കഴിഞ്ഞു. ഒരു വേനയില്ല ഇപ്പം എനിക്ക്. ഒരു വേനയില്ല. കംപ്ലീറ്റ് എൻ്റെ വേന പോയി. ഭയങ്കര മരം തന്നെയാടാ എൻ്റെ. ഇനി തൊട്ടെങ്കിലും ഭാരമുള്ള സാധനങ്ങൾ ഞാൻ എടുക്കുന്നതല്ല. എനിക്ക് ഒരു ചട്ട വയ്ക്കാറുന്നില്ലേ? ഇതുപോലെ കത്തിയാൽ മതി. വാ പിന്നെ അപ്പോൾ സരിതയോടെ കൂട്ടാൻ വയ്ക്കിട്ട് ഞാൻ പയറിൻ്റെ ഇവിടെ കുറേ സാധനങ്ങൾ ഇവിടെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും, എല്ലാം കാണിച്ചു കൊടുക്ക്. കൂട്ടാൻ വയ്ക്കണേൽ പ്രത്യേകത ഒന്നുമില്ല. സാധാരണ മീൻ കൂട്ടാൻ വയ്ക്കണോ? കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാണിക്കാം, ചെറുതായിട്ട് കണ്ടേ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അത് കാണിച്ചോ? അതൊരു രസമല്ലേ? നാളെ വരെ പല്ലാണ് കേട്ടോ വയ്ക്കണത്. കാരണം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ വയ്ക്കണുള്ളൂ. ഇത് മൂക്കണ്ടേ വെളിച്ചെണ്ണ? നമ്മുടെ ഇവിടുത്തെ ഇപ്പം ചെയ്ത എല്ലാ ഒരു സാധനം തരാച്ചില്ലേ. ഒരു മിനിറ്റ് സരിതേണ്ട തന്നെ. അതായത് വൈകുന്നേരം നേരത്ത് ഞാൻ അവിടെ കുറച്ച് വെണ്ട ഉണ്ടല്ലോ. വെണ്ട ഞാൻ ഇന്നലെ ചള്ള് വെണ്ടയൊക്കെ പൊട്ടിച്ചിരുന്നില്ലേ. അപ്പോൾ ഒരു 4 വെണ്ടക്കായ എല്ലാ ദിവസവും വൈകുന്നേരം സരിത കയ്യിൽ കൊടുക്കും. എന്തിനാന്ന് പറയേ? 4 വെണ്ടക്കായ അരിഞ്ഞ് പിന്നെ 1 ടീസ്പൂൺ ഉലുവ അതും കൂടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രാത്രി വയ്ക്കുക. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ അത് ഊറ്റിയിട്ട്, അതോ എല്ലാം കൂട്ടിച്ചേർത്ത് കഴിക്കാൻ പറ്റണവർക്ക് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3/4 ഗ്ലാസ് ഒരു ലൈറ്റ് വെളിച്ചെണ്ണ പോലത്തെ ഒരു വെള്ളമായിട്ട് വരും. ശരിക്കും മുട്ടയുടെ വെള്ള പോലെ ഇരിക്കും. അത്ര കട്ടിയുള്ള ഒരു കൊഴുത്തൊരു സാധനം. അത് വെറും വയറ്റിൽ കഴിക്കുക. ഒരു 10 ദിവസം അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷുഗർ കുറയുന്ന പറയണേ. നമുക്ക് ഷുഗറിന്റെ ഇല്ല. പക്ഷെ ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ 10 ദിവസം കഴിച്ച് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഇതുകൊണ്ട് ഗുണമുണ്ടോ നമുക്ക് അറിയുള്ളൂ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ബാക്കി ഊറ്റി കഴിഞ്ഞിട്ട് പിന്നെ കാലത്ത് വരുന്ന ഉലുവ, അത് ആ ഉലുവ കൊണ്ടുവന്ന് ചേട്ടൻ ഇവിടെ പാവിത നായ്ക്കള് ചവിട്ടി കൂട്ടി നമ്മുടെ ആ ഉലുവ. ഇതിനെ എന്താ പറയാ, നമ്മള് ഉലുവ ചീര വെക്ക. അല്ല, കസൂരി മേത്തിയാണ് കേട്ടത്. ഇത് ഉണക്കുമ്പോഴാണ് അതാവുള്ളൂ. ഉലുവ ചീര എന്ന് പറയും തോന്നുന്നുണ്ട്. ഉലുവേരല്ലേനെ. അപ്പോൾ അത് നമ്മളിവിടെ നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ സരിതോട് പറഞ്ഞ എല്ലാ ദിവസവും ഇത് നമുക്ക് കഴിക്കാവുന്ന ഒരു സാധനമാണല്ലോ. എല്ലാ ദിവസവും ഉലുവി
ഇങ്ങനെ മുളപ്പിച്ചിട്ട് തന്നാൽ മതി. ആ ഇന്നലത്തെ അവിടെ ഇരിക്കുന്നുണ്ട്. അധികമൊന്നുമില്ലേ, 10 ദിവസം ഉണ്ടാവുള്ളൂ. ഇന്നലത്തെ അവിടെ ഒരു പാത്രത്തിലുണ്ട്, അത് കൊണ്ടുവന്ന് ഇതിൽ ഇവിടെ ഇങ്ങനെ ഇടണ, ഇതിലിടണ. അതിന് വേറെ തടത്തിലല്ലേ ഇടണ്ടേ. എല്ലാം നന്നായി വരണ്ടിട്ടത്തേക്ക് പടവല വെളിച്ചെണ്ണ ആയിട്ടുണ്ടാവും. ഞാൻ പോട്ടങ്ങട് കുക്കുംബർ, അമര, പയറ്, അവിടെ അവിടേക്ക് പോക്കോ, പിന്നെ കാണിക്കാം ഞാൻ കളിക്കാം. സരിത വെളിച്ചെണ്ണ ചൂടാ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ വെള്ളം കൊണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഉലി വിട്ടു. സരിത കയ്യിടാൻ വെള്ളം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ വാളര കടക്കിലേക്ക് വെള്ളം ആക്കിയോളൂ കേട്ടാ. ഓക്കെ. പിന്നെ ഭയങ്കര സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഇനി കാണിക്കാൻ പോണത്. അപ്പൊ ഞാൻ കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കട്ടാ. ഒരു ഭയങ്കര സംഭവം ഉണ്ട്. സബോളയും പച്ചമുളക് ഇടുന്നു, എല്ലാതും ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി. സൂപ്പർ കൂട്ടാനായിട്ടത്, നമ്മൾ കാണുന്ന പോലെയല്ല. ആവോ, നമ്മൾ മഞ്ഞക്കോര വെച്ചിട്ടില്ലല്ലോ, അത് കാരണം അറിയില്ല. ഇത് സാധാരണ നല്ല നല്ല മീനില്ലേ, നല്ല മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മീൻ, ആവോലി, അങ്ങനെ വില കൂടിയ മീനുകളാണ് ഈ ടൈപ്പിൽ വെക്കുക. മഞ്ഞക്കോരൊന്നും ഇങ്ങനെ വെക്കില്ല. ഇത് വഴറ്റട്ടെ, കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ കൂട്ടാൻ്റെ വെപ്പ് അല്ല കൂട്ടാൻ ഇത് ഒക്കെ സെറ്റാക്കില്ലേ മീൻ കഷ്ണം ഉണ്ടതിന് മുമ്പ്? അല്ല, ഇത് കുറച്ച് സമയം പിടിക്കില്ല ഇനി ആവാൻ. അപ്പം ചേട്ടൻ കാണിച്ചോ. നീ കൂടി വാ, നിനക്ക് ഇളക്കണ്ടേ? ഇളക്കൽ കഴിഞ്ഞിട്ട് മതി, കാണിച്ചു തരാട്ടാ. ഒരു അത്ഭുത സംഭവം, അത്ഭുതമല്ല, ഇവിടെ സ്ഥിരം നടക്കുന്ന കാര്യമാണ്. പയറിന് മണ്ണിടലാണ് എൻ്റെ പണി. പയറ് ശരിക്കും ഇവിടെ ഉണ്ടായില്ല, കുറേ നാശമായി പോയി. നായ്ക്കൾ ഒരു കൂട്ടം നമ്മളെ ചാർലിനെ ആക്രമിക്കാൻ വന്നു. ഒരു കൂട്ടം എവിടെ നിന്നാവോ, ധാതുകൾ പോലത്തെ കുറേ നാടൻ നായ്ക്കൾ. അവർ വന്നിട്ട് ഇവിടെയാണ് മുഴുവൻ തമ്പടിച്ചത് നായ്ക്കൾ. ഇവിടെ വന്നിട്ട് ആകെ കടിപിടി, അവരെന്നെ പരസ്പരം. അല്ലാണ്ട് വേറെ ഈ നമ്മുടെ ചാർലി അവിടെ നിന്നിട്ട് കുറയ്ക്കല്ലോ. എന്നിട്ട് കഴിച്ചാൽ എൻ്റെ പയറ് മുഴുവൻ നാശാക്കി. കൊത്തമര പിന്നെ കുറേ എണ്ണം വെട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോന്ന് വെട്ടിയില്ല. ഇനി വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ കുറച്ച് പയറും കൂടി നടാം കേട്ടോ. പയറിന് ഞാൻ സാധാരണ നമ്മൾ വളമൊന്നും വെച്ച് കൊടുക്കാറില്ല, തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുക്കില്ല. അപ്പോൾ പിന്നെ അവന് വളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ വെണ്ണൂറ് വെച്ച് കൊടുക്കാനില്ല, ഞങ്ങൾക്ക് വെണ്ണൂറ് വെച്ച് കൊടുക്കും. പക്ഷേ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ണൂറ് ഇട്ട് കൊടുത്തപ്പോൾ അവിടുത്തെ കുറച്ചെണ്ണം കരിഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായി. കടക്കെത്തി മണ്ണാണ് കിടന്നോട്ടെ. ഇപ്പോൾ വെച്ചതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളത് നമ്മുടെ ഇത് തരുതേ മണിത്തക്കാളി. ഇതിൻ്റെ അല്ല, നുള്ളി ഉപ്പേരി വയ്ക്കാറായി. എല്ലാവരും വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തോരൻ വയ്ക്കാം, കലക്കാൻ. ഓണത്തിന് പയറുണ്ടാവില്ലേ സരിതേ? ഓണാകുമ്പോഴേക്കും പയറുണ്ടാവില്ല. നമ്മൾ കുറച്ച് നാളും കൂടി മുമ്പ് സജിനോട് ചോദിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഒരു 15 ദിവസം മുമ്പ്. അല്ല, അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഓണത്തിനാണ് ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയില്ലോ. അല്ല, പണ്ടൊക്കെ ഇവരിപ്പോ ഈ സ്ഥലം ഇങ്ങനെ മാറ്റിയിട്ടിട്ട് അല്ലേ, ഇതുവരെ തോന്നിയില്ല. അതിനെ സജീവന് ഇതിൽ ഫ്രൂട്ട്സ് വെക്കാൻ പോവാന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാൻ ഞാൻ അല്ലും ചേട്ടാ ഇന്നത്തെ പുല്ല് ചെത്തുന്ന കണ്ടപ്പോഴാണ് നമ്മൾ വന്നിട്ട് ഇത് എന്തായാലും ചോദിച്ചപ്പോഴാണ് സജീവ ഇതിലൊന്നും ചെയ്യണില്ല എന്ന് മനസ്സിലായത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇടുന്നുണ്ട് കേട്ടപ്പോൾ. മല്ലിപ്പൊടി ഇടണില്ല ചേട്ടാ. സരിത അങ്ങോട്ട് വാ, നാളെ പാലൊഴിക്കാൻ പോവാ. അതായത് ഇപ്പൊ എനിക്കിവിടെ വേദന വന്നല്ലോ, അതെന്തിൽ നിന്നായിട്ടായിരിക്കും എനിക്കിപ്പോ മനസ്സിലായ. ആ മേശടുത്ത് പൊക്കിയായിരിക്കുമല്ലോ. അതന്നെയാവുള്ളോ, അല്ലാണ്ട് കളച്ചിട്ടാവില്ല. കളച്ചിട്ട് വരില്ല. എനിക്ക് അങ്ങോട്ട് നല്ല മണം കളക്കിനോടത്തേക്ക്. അത് വേറെ ഏതെങ്കിലും വീട്ടിലിട്ടായിരിക്കും. ഇവിടത്തെ ഇതെങ്ങനെയാ കൂട്ടാന്റെ മണാവാറായിട്ടില്ലല്ലോ. അതല്ല, ഇതിന്റെ ഒരു പ്രത്യേക മണുണ്ട്. അതേ കളച്ചിട്ടായിരിക്കും. കളച്ചിട്ടാ അല്ലല്ല, അല്ലെ കളച്ചിട്ടല്ല, മറ്റേ ഈ ഭാരം പൊക്കിട്ടായിരിക്കും. അതന്നെയാണ്. ഇതിപ്പോ നമ്മൾ ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആവേശം കാണിച്ചിട്ട് ചേട്ടൻ ഓരോന്നും ചെയ്യാന്ന് അല്ല. വീഡിയോ എടുക്കാത്തപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പണ്ടും ഇങ്ങനെ തന്നെയാണ്. മറ്റേ അച്ചാർ ബിസിനസ് തുടങ്ങിയ സമയത്ത് 50 കിലോ നാരങ്ങയും 50 കിലോ മാങ്ങയും കൊണ്ട് ഇറക്കിയിട്ട് ഒറ്റയ്ക്ക് ആ 50 കിലോൻ്റെ ഒരു ചാക്കാടുത്ത് പൊക്കി വേദന വന്നിട്ട് എത്ര ദിവസമാണെന്നറിയോ കിഴി പിടിക്കലും. അന്ന് ബിനുവിൻ്റെ കാര്യം അറിയില്ലായിരുന്നു അല്ലേ? ബിനു ഇല്ലേ എന്ന്? എനിക്കായിരുന്നു പണി, കിഴി പിടിച്ച്. എന്നിട്ട് ആ മാങ്ങ കുറേ ചീഞ്ഞു, നാരങ്ങ കുറേ ചീഞ്ഞു.
ആ അതാ അങ്ങനെ ഒരു അത് കഥ. പറഞ്ഞു കഴിഞ്ഞാൽ കേക്കില്ല ചേട്ടൻ. ഇനി ഭാരം പൊക്കില്ല. എന്നാലോ ഈ സാധനം എടുക്കാന്നൊക്കെയാ. അപ്പൊ സരിത തല പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഒരു നിസ്സാരമായി ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനൊക്കെ എന്നെ വിളിക്കും. ഞാനവിടെ കളച്ചിട്ട് വരാം. എന്താ പോണേ? അപ്പോൾ കുടപ്പുളി ഇട്ടു. കുടപ്പുളിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാളികേരത്തിൻ്റെ 1 പാലും 2 പാലും കൂടി ചേർന്നതാണിത്. പയറിൻ്റെ തടം കഴിഞ്ഞു. അപ്പം ഇനി അടുത്തത് പൊന്നാങ്കണ്ണി ചീരയാണ് നടാൻ പോണത്. അത് അല്ലാണ്ട് അവിടെ ഉണ്ട് കണ്ടമാനം പൊന്നാങ്കണ്ണി ചീര ഉണ്ട്. അത് ഇപ്പോൾ നടാം. ഇലക്കറി വയ്ക്കുമ്പോഴേ പൊന്നാങ്കണ്ണി ചീര അടിപൊളി. എന്തായി തിളച്ച കൂട്ടാൻ? തിളച്ചു. മീൻ കഷ്ടാൻ പോണ കേട്ടാ. മഞ്ഞക്കോരയ്ക്ക് 1 കിലോയ്ക്ക് 220 രൂപ. മണ്ണിലേക്ക് പോവും, അങ്ങനെ കേട്ടാൽ മതി. ഉഗ്രം മഞ്ഞക്കോര കേട്ടോ, ഉഗ്രം. എത്ര രൂപയാണ്? 220 രൂപ 1 കിലോയ്ക്ക്. മഞ്ഞക്കോര സാധാരണ കൂട്ടാൻ വെക്കില്ലൊരു. ഞാനേ എൻ്റെ ചെറുപ്പത്തിൽ ഇത് വെള്ള പിലോപ്പി അല്ല ഈ കളറുള്ള പിലോപ്പി എന്ന് വിചാരിച്ചേ, തിലാപ്പിയ. രണ്ടും ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണല്ലോ. അതിന് പുറത്തുള്ള മുള്ളിൻ്റെയും അതിൽ കളറിൽ മാത്രമല്ല വ്യത്യാസമുള്ളൂ. അപ്പൊ ശരിക്കും ചില സ്ഥലത്ത് ചെമ്പല്ലി എന്നാ പറയാ. ഇതല്ല ചെമ്പല്ലി. ചെമ്പല്ലിക്ക് ഭയങ്കര വിലയുള്ള സാധനം. അതിന്റെ ചെമ്പല്ലി എന്ന് പറയും ചില സ്ഥലത്ത്. അത് നിങ്ങളുടെ അവിടെ ഉള്ളവരാവും. അവിടെ ഞങ്ങളുടെ അവിടെ കണ്ണംകുളങ്ങരൊക്കെ ഇതിനെ മഞ്ഞക്കോരാന്ന് പറയാ. കിളിമീന്ന് പറയും. പിന്നെ നമ്മുടെ അവിടെ കിളിമീന്ന് പറയാ. എന്റെ ഇവിടെ എന്താ പറയാ, സ്കൂൾ കൂട്ടുമ്പോ നിക്കാൻ പോയില്ലേ അമ്മയുടെ കോടന്നൂര്, അവിടെ ഈ മീനുണ്ട് ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എന്തൊട്ട് മീനാണോ നോക്കി വിട്ട് മഞ്ഞക്കോര. അപ്പൊ അവിടെ ഉള്ളവര് ചെമ്പല്ലി എന്ന് പറയും. അതൊന്നല്ല, മീൻ വറക്കണ്ട. അപ്പോഴേ നമ്മള് ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊരു സംഗതി, ഒരു ദാരുണമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ വരണ ഇതിന്റെ വല്ല കരട് വീഴോ? ഇല്ലില്ല. നമ്മുടെ ഈ പറമ്പിന് ചുറ്റും ഇങ്ങനെ വല ഉണ്ടായിരുന്നില്ല. ആ വല ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടു. ഇവിടെ കോഴിക്കൂടുണ്ട്, 2 പഴയ കോഴിക്കൂടുണ്ട് കേട്ടോ. അല്ലാണ്ട് കോഴിക്കൂടുകളാ ഇതിന്റെ മുകളിലിട്ടു. പക്ഷെ ഈ കോഴിക്കൂടിന്റെ അവിടെ ഓൾറെഡി പണ്ടത്തെ അല്ലിഞ്ചായിട്ട് ഇട്ടേക്കണ വലയത്. അതെ, വലയുണ്ട്. കോഴിക്കൂട്ടിലേക്ക് വല്ലതും കയറാണ്ടിരിക്കാനൊക്കെ ആവും. ഇട്ടുണ്ട്. പക്ഷെ അതില് നമ്മളന്ന് പറഞ്ഞില്ലേ വല്ല പാമ്പ് പെട്ടിട്ട് കിടന്ന് ചാവുന്നത് പോലെ ഒരു പാമ്പ്, ഒരു വലിയൊരു ചേരപ്പാമ്പ് നോക്കി പെട്ടിടുന്നുണ്ട. തല നോക്കി, തല അവര് കേടാ. ബാക്കിൽ നോക്കി അടിയില് അടിഭാഗം. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇത് രക്ഷപ്പെടുത്താൻ പറ്റാണ്ടായി. രക്ഷപ്പെടുത്താൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിന്റെ സർപ്പ ആപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് വിളിച്ചു. അതിലേക്ക് വിളിച്ചപ്പോ നമുക്കറിയില്ല അങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ഒക്കെ ചെയ്തപ്പോ അതിലൊരു നമ്പർ കണ്ടപ്പോ അതിലേക്ക് വിളിച്ചു. 2-3 വട്ടം വിളിച്ചു. അപ്പൊ എടുത്തില്ല. പിന്നെ അവര് ഇപ്പം തിരിച്ചു വിളിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ പാമ്പ് പെട്ടു പറഞ്ഞപ്പോ നിങ്ങൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. നമ്മളെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവര് വന്ന് രക്ഷിക്കുന്നു വിചാരിക്കുന്നു. രക്ഷപ്പെടുത്താൻ പറ്റുക എന്താ വെച്ചാൽ ഇന്നലെ തൊട്ട് പെട്ടെടുക്കണ അതിന്റെ വയറൊക്കെ മുറിഞ്ഞുണ്ടാവും. രക്ഷപ്പെടുത്തിയാലും അത് ചിലപ്പോ അവിടെ ചാവാവോ? അങ്ങനെ പെട്ടിട്ടില്ല, അങ്ങനെ ആയിട്ടില്ല. നേരെ ഇതിലായിട്ടുള്ളൂ. ചെറിയൊരു പിടുത്തല്ലോ, ചെറിയ ഇടമല്ലേ. വണ്ണം പാമ്പ് എന്നറിയോ? അല്ല ചേട്ടാ, കപ്പലണ്ടി നോക്കിയാൽ എന്തൊരു വലിപ്പായി നോക്കിയാ. കപ്പലണ്ടി കടാ, ഇതിന് കപ്പലണ്ടി നമ്മൾ നട്ടിട്ടുണ്ട്. കപ്പലണ്ടി ഇട്ടാ നല്ല വലിപ്പമുള്ള തടങ്ങളായില്ലേ. ചാണപ്പൊടിയും വെണ്ണൂറിട്ട് കൊടുത്തിട്ടുണ്ട്. കൂർക്ക പിന്നെ നമുക്കില്ല. ഇവിടെ തന്നെ ഇഷ്ടം പോലെ കൂർക്ക വെച്ചിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര 2 ടൈപ്പ് പൊന്നാങ്കണ്ണി ചീര ഉണ്ട്. ഒരെണ്ണം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ വയലറ്റാണ് ഇപ്പോൾ എടുത്ത് പറിച്ച് വയ്ക്കാൻ പോണതിട്ടാ. ഫിറോസ് ചുട്ടി പാറയൊക്കെ വിറ്റോടുന്നില്ലേ, അത് ആ പൊന്നാങ്കണ്ണി ചീര അതിവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇത് ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. അന്ന് ഉള്ളി കൂട്ടാൻ വയ്ക്കണേ ഭ്രാന്ത് വരും. ഒരു മുരടിച്ച ടൈപ്പാണ്. പക്ഷേ നമ്മുടെ മറ്റേ സാധാരണ കാണുന്ന പൊന്നാങ്കണ്ണി ചീരില്ലേ, അത് നല്ല വലിപ്പം വരും. തളിർത്തുക്കുന്ന ടൈമാണ്. വേണ്ട ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുണ്ട് പറിച്ച് കൊണ്ടുപോകാൻ നമുക്ക്. കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഞാൻ നാളെ പറിച്ച് കൊണ്ടുപോയി. പക്ഷെ അത് നടാൻ പറ്റിയിട്ട് കേട്ടാ ഈ സാധനം. ഇതിൻ്റെ ഇടയിൽ വല്ല പാമ്പ് വന്നിരുന്ന അറിയും കൂടി ചെയ്താൽ കഴിഞ്ഞാൽ പണ്ട് ഇത്ര മതി. ഓണത്തിൻ്റെ നോക്കിയേ. എന്തിട്ടതിൻ്റെ ഭംഗി നോക്കിയേ. നല്ല വീതിഞ്ഞ് കണ്ട. ഇതിപ്പോൾ നല്ല വലിപ്പട പൂവ് ഒക്കെ പൂവുണ്ടായിട്ടുണ്ട്. അതിലേറി ഈ പൊന്നാങ്കണ്ണി ചീര അധികം നടാണ്ടിരിക്കാനുള്ളത്. അതിനുള്ള പാമ്പ് വന്നിരുന്ന് ഞാൻ അറിയും കൂടിയില്ലേ.
അതെ. ആ കാട് പിടിച്ച് പൊന്നാങ്കണ്ണി ചീര, പിന്നെ ഈ മധുരക്കിഴങ്ങ് നോക്കിയില്ലേ, അതിൻ്റെ പാമ്പ് വന്ന് എടുക്കും ചിലപ്പോൾ, പൊട്ടിക്കാൻ പറ്റും. എന്നാലും നടാൻ നമുക്ക് കേട്ടാ. എനിക്ക് ചെറുപ്പകാലത്തെ നമ്മളൊരു 5-6 വയസ്സൊക്കെ പ്രായമുള്ള ഇതാണ് അന്ന് നടാനായിട്ട് കൊണ്ടെന്ന് വെച്ചിട്ടുള്ളത്. എന്നാൽ ഉണങ്ങിയിട്ടില്ല. നമുക്കൊരു 5-6 വയസ്സുള്ള ടൈമിലേക്ക് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പാമ്പ് പിടുത്തക്കാർ, നമ്മുടെ പാമ്പ് പിടുത്തക്കാർ, തവളപ്പിടുത്തക്കാർ, 10-50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. പാമ്പ് പിടുത്തക്കാർ, തവളപ്പിടുത്തക്കാർ, കുളക്കോഴീനെ പിടിക്കുന്നവർ, ഉടുമ്പിനെ പിടിക്കുന്നവർ, ഇവരൊക്കെ വരും. പാമ്പ് പിടുത്തം അറിയില്ലേ? എവിടെയാ എൻ്റെ സാധനം? എവിടെയാ? എന്തിട്ട് സാധനം? ആ കൈക്കോട്ട അല്ലല്ല, ഈ പുല്ല് മാന്തിയ അല്ലല്ല. പണ്ട് പാമ്പ് പിടുത്തക്കാർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു വാള്, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും, ഇതുണ്ടാവും. പിന്നെ അവരുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടാവും, ഒരു പ്രത്യേക സഞ്ചി ഉണ്ടാവും. എന്നിട്ട് ഇവരെന്തൊരു ചെയ്യുന്നറിയോ? പാമ്പുകൾ പിടിക്കാൻ പറയുമ്പോൾ മെയിനായിട്ട് ചേരകളെ പിടിക്കുക. ചേരകളെ പിടിച്ചിട്ട് അവർ തൊലി പൊളിക്കും. എന്നിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് മാത്രം എടുത്ത് ഇവർ സഞ്ചിയിലിടും. ഈ സാധനത്തിന് എടുത്തിട്ട് വലിയ ഇങ്ങനെ പൊന്തക്കാടുകളുണ്ടാവും, അതിൻ്റെ മുകളിലേക്ക് ഒരു ഒറ്റയേറ. പിന്നെ കൂറ്റക്കരയില്ലോ, ഇപ്പോഴൊക്കെ കൂറ്റക്കരല്ലേ പാമ്പിനെയൊക്കെ പിടിക്കുന്നത്. അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതല്ല, എന്നിട്ട് ഈ ചേരകളെങ്ങനെ ഈ ഉൾവശല്ലേ അതിങ്ങനെ ഉണങ്ങി അവിടെ കിടക്കും പാമ്പുകളെ. അതിങ്ങനെ ഞാനിപ്പോൾ ഈ പാമ്പുകളെ കാര്യം കണ്ടപ്പോൾ പറഞ്ഞതാണ്. ഈ രാത്രി വരുന്ന തവളപ്പെടുത്തുകാരല്ലേ, തവളപ്പെടുത്തുകാരാണ് കണ്ടിട്ട്. കരിമൂർക്കനെ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ ഇവർ രാത്രി 12 മണി നേരത്തെ തവളപ്പെടുത്തുകാർ വരുമ്പോഴേ പാടല്ല ഇങ്ങനെ അവർ പിടിക്കാൻ പോയിട്ട് എവിടെ നിന്നുള്ള ആളുകളൊക്കെ ഇട്ടാണ് പറ്റുന്നത്. അവർ വന്ന് രാത്രി അവരുടെ കയ്യിൽ ഒരു പെട്രോമാക്സ് കാര്യങ്ങളുണ്ടാവും. അവർ ആ പാടത്തുനിന്ന് ഒരു കരിമൂർക്കനെ വാണ്ടൻ എന്നിട്ട് അവർ കൊന്നിട്ട് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഇട്ടു. എന്തൊട്ടാ സാധനം ഒരു കരിമൂർക്കെന്ന് പറഞ്ഞ സാധനം. ചെറുപ്പത്തിൽ കണ്ടില്ല, കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ 5-6 വയസ്സുള്ളപ്പോൾ നമുക്ക് കിട്ടാ. നല്ല കൂട്ടാൻ്റെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് കേട്ടാ. ആഹാ, നല്ല ഭംഗി. ഈ കാച്ചി കഴിഞ്ഞിട്ട് മീൻ വറക്കാല്ലേ? ആ, വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടാ. ഉള്ളി ഇട്ടുന്നു, ഉള്ളി മൂത്തു. പാമ്പിൻ്റെ ആളുകൾ വന്നില്ലേ സരിത? വരുമായിരിക്കും. ആ, അതിന് കുഴപ്പമില്ല. കൂട്ടാതെ മീരിനോട്ടോ അല്ലേ? ഈ മീൻ വറക്കണ്ടേ? ഈ ഇതിൽ മീൻ വറക്കാൻ പറ്റിയതല്ല സരിത. ആ, സാരല്ലേ. ആ, നാള് കണ്ടു ചെറിയ വാഴല പൊട്ടിക്കണത്, വാഴലയിൽ വെച്ചിട്ടാ. ചേട്ടനുള്ള ചോറ് എടുത്ത് വന്നതാണ് ഞാൻ. ചെറുയേട്ടൻ അവിടെ നിന്ന് ചോറ് എടുത്തിട്ട് വരുന്നത്. അതാ നോക്കൂ, ചെറിയേട്ടൻ ചോറായിട്ട് ഞാൻ കൈ കേട്ടെ. കുളിക്കണമെന്നില്ല ഇനി. അടിയിലിരിക്കാൻ പോ, നിലത്തായിരിക്കണേ. അച്ഛാ പായലിരിക്കായിരുന്നില്ലേ? അയ്യോ, ഞാൻ എന്തുടനാണാവോ ഈ ഇതെടുക്കണേന്ന് വിചാരിച്ചു. കയ്യിലെടുത്ത കൂട്ടാൻ്റെ കൂട്ടാൻ്റെ കയ്യിൽ എടുത്തോ. ചെറിയ ചോറ് മറ്റേതാണ്, വെണ്ടക്കായും ചോറും. എന്തൊരു ചോറെന്ന് പറയാ? 100% തവിടാല അരി. 60 നമ്മുടെ സാധാരണ മട്ടരി ആട്ടാ. ഒരു മിനിറ്റ്. മീൻ കഷ്ണം എടുക്കണ്ടേ? ഉപ്പും പൊടിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. മീനെ അടി പിടിച്ചു സെറ്റാ. അത് അടിയിലേക്ക് ഇറക്കി വയ്ക്കാം. കാക്കകൾ നിൽക്കണ്ടല്ലോ അവിടെ. നല്ല രസമായിരിക്കും. ഒരു ഉരുള ചോറ് തരാം. അതിന് മഞ്ഞക്കോര കൂട്ടിയിട്ട് ചോറിനത് 2 കൊല്ലെങ്കിലും അതിൻ്റെ അല്ലേ? മഞ്ഞക്കോര കൂട്ടാൻ വെക്കാറില്ലേ നമ്മള്? രസമുണ്ടോ ചെറുട്ടാ? ആ, നാളെ പാലൊഴിച്ച് വെക്കാറില്ലേ കൂട്ടാൻ? ആ, മീൻ കൂട്ടാനും മീൻ വറുത്തതും. ആ, അങ്ങനെ നല്ല രസമുണ്ട്. പ്രതികരണം ചോറിനുണ്ടായിരുന്നില്ലേ? മീൻ വറുത്ത. അയ്യോ, പെട്ടു. കാക്കകൾ നിറഞ്ഞല്ലോ. ഒരു മൈനേനെ കാണുന്ന സമയത്ത് ഒരു കാക്കേനെ കണ്ടു കിട്ടില്ല അല്ലേ?
ചോറിന് കഴിഞ്ഞ വഴിക്ക് കൊടും മഴ പെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. പക്ഷേ നമ്മുടെ പാമ്പിനെ പിടിക്കുന്നവർ വന്നില്ല. അവരിത് വൈകുന്നേരം ഇപ്പോൾ 6 അവരിതേ ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരേ വഴിതെറ്റില്ല. നേരത്തെ പറഞ്ഞ കുട്ടനല്ലൂർ വരുന്ന വഴിക്ക് കുട്ടനല്ലൂര് ഒരു വീടിൻ്റെ ഉള്ളിൽ പാമ്പ് വീടിന്റെ ഉള്ളിലാ അത് മൂർക്കൻ. അതിനാണല്ലോ കൂടുതൽ. അപ്പം അതിനെ പിടിച്ചിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴി തെറ്റി വളക്കാവ് ഗാനത്തിനായിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഫൺ മൂവീസ് ചേട്ടൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഗാനത്തിന്റെ അവിടേക്ക് പോയാ അവരെന്തിനാ പാമ്പ് എന്തായി നോക്കട്ടെ. നമുക്ക് വേഗം നോക്കിയോ. ഇരുട്ടത്ത് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നുണ്ടല്ലേ പിടിക്കുന്നവർക്ക്. ചേരനെ ഇതാക്കാനാണോ ഞങ്ങള്? അല്ല, ചേരയില് നമ്മള് ബാബാ സുരേഷൊക്കെ പാമ്പിനെ പിടിക്കുന്നത് ഇതിൽ കണ്ടിട്ടില്ലല്ലോ. എവിടെയാണ്ടാ ദേഹടുക്കണ നീളത്തിലെടുക്കണു. അതേ ഇങ്ങടാ ഇയാള് തല. വാലുണ്ട അതിന്റെ അടുത്ത് കൊണ്ട വാലോണ്ട് അടി കിട്ടും. അത് ആ കോഴിക്കോടിന്റെ അടിയിലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് എത്തി. ചിലപ്പോ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അവിടെ ഉറുമ്പ് പൊതിഞ്ഞുണ്ട്. അതാവും പെട്ടെന്ന് ഇങ്ങോട്ട്. നാവ് നീട്ടണില്ലേ? അയ്യോ ചത്തത്. അയ്യോ അവര് വരുമ്പോൾ വരണവരെ കാത്തൊന്നില്ല ആള്. നേരത്തെ വരാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. കുറച്ച് നേരത്തും കൂടി നമ്മൾ വരുമ്പോ നാവ് നീട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ. ജീവണ്ട് അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. അത് ഇനി വീണ്ടും നമ്മളിങ്ങനെ വരും പേടിച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ ചുറ്റും രക്ഷപ്പെടുത്തുന്നവർ വരാൻ കാത്തു നിൽക്കാതെ അവൻ യാത്രയായി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ ഓരേ. നമ്മുടെ പാമ്പനെ പിടിക്കാൻ എത്തിയൊരു വഴി തെറ്റി അവസാനം നമ്മുടെ വീട്ടിലേക്ക് എത്തി. കാണിച്ച അവര് ലൊക്കേഷൻ പോയി എന്നാണ് പറയണത്. ഗാനത്തിൽ ഇപ്പൊ ഏതാ പടം? നിങ്ങൾ ആ പടത്തിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത്ര നേരം വൈകിയത്. ഉച്ച തൊട്ട് വരെ വെയിറ്റ് ചെയ്തിരിക്കണതാണ് നമ്മള്. ഇനി ഇരുട്ടാവുമ്പോഴത്തേക്കും ഇതില് പാമ്പുണ്ടാ? അപ്പൊ ഇതില് കൊള്ളെന്ന് വിചാരിച്ചത്. അതെ, അങ്ങനെ നമ്മുടെ ഇവര് പാമ്പിനെ പിടിക്കുന്നത്. നമ്മള് ബാബാ സുരേഷൊക്കെ പാമ്പിനെ പിടിക്കുന്നതാണ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ല കേട്ടാ. പക്ഷെ ഇവര് പിടിക്കാൻ പോണതാണ്. ഇത് പിടിക്കാനൊന്നുമില്ല. ഇതേ കേട്ടോ ഈ വലമേ പെട്ട് കിടക്കാം കേട്ടോ. ചേര കുട്ടല്ലൂര് എവിടെ പാമ്പായിരുന്നേ? വർക്ക് ഷോപ്പിലാണല്ലേ, വീട്ടിലല്ലേ കണ്ട. അതേ തല ഇതല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഇതുമ്മിൽ തന്നെ ഇരുന്ന് ചാവും. ആദ്യം ഒരു കുഴലുണ്ട് അതിനെ പാമ്പ് പിടുത്തം പഠിപ്പിക്കലും കൂടിയാണ്. പഠിപ്പിക്കലും കൂടിയിട്ടാണ്. തല അതിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ കൂൾ ഡൗൺ. അവർക്ക് വലിയ മൂർക്കന് രാജവെമ്പാലനൊക്കെ പിടിക്കണവരാ. അവർക്ക് അതന്നെ അവർക്ക് ചേര ഒരു കനല്ല. ചേര എന്ന് പറയുന്നത് പൂ പോരെ പറിച്ചെടുത്ത് കളയാവുന്ന ഒരു സാധനമാണല്ലേ. ഇവിടെ വിട്ടോ. ഇവിടെ പാവം അതിന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ മൂർക്കനെയാണെങ്കിൽ കൊണ്ടുപോയില്ല. അല്ല അത് ഇവിടെ കിടന്ന് നടന്നോട്ടെ പാവം. ഇതല്ലേ നമ്മളിത് കൂടി നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനെ പറ്റിയുള്ള രക്ഷപ്പെടുത്താൻ പറ്റില്ല നമുക്ക്. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഇതിമേ കിടന്ന് ചാവും. ഉണങ്ങുന്നിട്ട് അല്ല മഴയാനും ചെയ്യും. മഴയല്ലെങ്കിലും ചെയ്യും. വെയിലാണെങ്കിൽ ഉണങ്ങാൻ ചെയ്യാ. നീ വലയൊക്കെ എടുത്ത് ചാക്കിലാക്കണം. അല്ലെങ്കിൽ ഇനിയും പാമ്പ് വിടും. ആക്കിയതാ. അല്ല ഇത് കളയാൻ പോയി. ഇത് 2 പൊടിച്ച് കളയാൻ പോവാ. ഇതിനാവശ്യമില്ലേ. കോഴിക്കോട് ഉപയോഗിക്കുന്നതല്ല. പഴയ കോഴിക്കോട് അവിടുത്തെ കോഴികളുണ്ട് അവിടെ ഇഷ്ടം പോലെ. വലിയ സെറ്റപ്പാക്കി. അപ്പൊ ഇത് പഴയതായി. ചേട്ടൻ മറ്റേ വീഡിയോയില് പറഞ്ഞു ചേരക്ക് റിവേഴ്സ് ഗിയർ ഇല്ല, ബാക്കിലേക്ക് വരാൻ പറ്റില്ല. ഇല്ല ഇനി കുറച്ചുള്ള തിരുവനന്തപുരമുള്ള പഠിപ്പിക്കാൻ. അത് കഴിഞ്ഞാൽ പാമ്പ് സ്വതന്ത്രനാവും. ഒരു സാധനം പിടിപ്പിച്ച് കഴിഞ്ഞാൽ വിട്ടുവന്നുകൊണ്ടല്ലേ കടിക്കൂ. വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആള് ചിലപ്പോ പാഞ്ഞു പോവാൻ നോക്കും. നിനക്ക് രക്ഷപ്പെടണ്ടേ? താണാ പെണ്ണാണെന്ന് എനിക്ക് അറിയാൻ പറ്റാ. അത് പെട്ടു. തലപ്പെടുത്തു. വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. അതെ. രക്ഷപ്പെട്ടു. മുറിവ് പറ്റിയിട്ടുണ്ടാ? മുറിവൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? പാടത്ത്. അപ്പൊ പിന്നെ സ്വതന്ത്രനാക്കി വിടുകയാണ് കേട്ടാ. എന്തൊരു വലിപ്പല്ലേ.
വലിയ ചാരിയാണ് കേട്ടോ, വലിയ ചാരിയാണ്. ദേ അതിന് വിടണു, അത് പോണത് കാണാനായിട്ട്. ബാണം വെച്ച പോലെ പോവും. ഈ പ്രദേശി വലിയ പോയി. പോയാ? അയ്യോ എവിടെ? അത് പോയി, ആ സെക്കൻഡ് ഉള്ളിൽ പോവും. അയ്യോ ഈ പ്രദേശത്ത് അങ്ങനെ ഓപ്പറേഷൻ സക്സസ്. അപ്പൊ ബഹുമാനപ്പെട്ട എല്ലാ നാട്ടുകാരെ, ഈ ഓപ്പറേഷൻ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. വേഗം ഒരു മിനിറ്റ്, കൈ കഴുകാം അവിടെ പോയിട്ട്. അത് വീട്ടിൽ വിട്ട് എഴുതാം. അപ്പം മിഥുനും ശരത്തും അതിസാഹസികമായി വലയിൽ പെട്ട് കിടക്കണ്ടായിരുന്ന നമ്മുടെ ചേരപ്പാമ്പിനെ രക്ഷിച്ചു, അതിനപ്പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഇവർ പറയായിരുന്നു, ഇവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇവർ ജോലിയുള്ളവരാണ് കേട്ടോ. ഇവർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ചെയ്യാണ് ഇവര്. ഇത് ഈ പാമ്പിനെ പിടിക്കലല്ല ഇവരുടെ ജോലി, അത് ഇവരുടെ ക്രൈസ് ആണ് അല്ലേ? എത്രാമത്തെ വയസ്സ് തൊട്ടാണ് ഈ ക്രൈസ് തുടങ്ങിയത്? ഇല്ല, ക്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് കയറിയപ്പോ തുടങ്ങി. പണ്ടോട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. പാമ്പിനെ കാണുമ്പോൾ പേടിയും തോന്നില്ല അല്ലേ? പേടിയൊന്നുമില്ല, പാമ്പിന് പേടിയില്ല. നമുക്ക് ഓൾറെഡി ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കുറെ വളണ്ടിയേഴ്സ് ഉണ്ട് ഓൾറെഡി. ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫും അതിന് പുറത്ത് നമ്മുടെ ലൈസൻസ് കൊടുത്തുള്ള സർട്ടിഫിക്കറ്റുള്ള റെസ്ക്യൂർമാരുണ്ട്. ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ ലൈസൻസ് വേണം ശരി, അല്ലാണ്ട് റെസ്ക്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള നമ്മുടെ വനം വകുപ്പിന്റെ റെസ്ക്യൂവേഴ്സ് കുറെ ഉണ്ട്. 24 മണിക്കൂറിൽ നമ്മൾ എപ്പോൾ വിളിച്ചാലും ആരുണ്ടോ എന്ന് പറയില്ല. വരാൻ പറ്റിയില്ല തന്നെ വേറെ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് വിടും. അത് നമുക്കൊരു സർപ്പാന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ എനിക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ ഓൾറെഡി ആ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. ഇന്ന സ്ഥലത്ത് ഇന്ന കോൺടാക്ട് നമ്പർ ഇന്നാട് വന്നിട്ടെന്ന് കൊണ്ട് ഇൻഫോം ചെയ്യും. അപ്പോൾ ഓക്കെ അറ്റൻഡ് ചെയ്യും. ഓൾറെഡി ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും. നമ്മളുടെ പാമ്പ് 2 കാരണങ്ങൾ കൊണ്ട്, നമ്മളുടെ പാമ്പ് ഒന്നാമത്തേത് ചേരയാണ്, രണ്ടാമത്തത് പുറത്ത് ദൂരെയാണ്, പിന്നെ വലയിൽ പെട്ടുകിടക്കുകയാണ് ആള്. അല്ല, ചില സ്ഥലത്തുനിന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് മൂർക്കം പാമ്പ് അങ്ങനെയൊക്കെ വരുന്നിടത്ത് അവർ 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പാഞ്ഞെത്തും. ഇവിടേക്ക് വരാൻ വൈകിയത് അതുകൊണ്ടാണെന്ന് ഇവർ പറയുന്നു. പിന്നെ ഇടയിൽ ഇവർക്ക് 2 സ്ഥലത്ത് പോലെ ഒരു വർക്ക്ഷോപ്പും പിന്നെ ഒരു വീട്ടിലും മൂർക്കം പാമ്പ് കയറിയിട്ട് അതിനെ പിടിച്ചിട്ടാണ് ഇവർ വരുന്നത്. അതുകൊണ്ടാണ് വൈകിയേട്ടാ. അപ്പോൾ നമുക്ക് സർപ്പാപ്പിനെ വിശ്വസിക്കാം അല്ലേ? ആ, ഞങ്ങൾ വെറുതെ ഈ പാമ്പ് ഇങ്ങനെ പെട്ട് കിടക്കുന്നുണ്ട്, ഇതിനെ രക്ഷിക്കാൻ എന്തൊരു ചെയ്യണ്ടേന്ന് അറിയില്ല. സാധാരണ ഇങ്ങനെ വലയിൽ വിടുമ്പോൾ കിടന്ന് 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ ചാവും. സ്കിന്നിൽ ചെറിയ പൊട്ടൽ വന്ന ഉറുമ്പ് കയറും, പിന്നെ അവിടെ ചെയ്യും ഉറുമ്പ് കയറിയാലും അത് എടുത്ത് ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഇത് പൊട്ടിയിട്ടില്ല, അപ്പോഴത്തേക്കും നമ്മൾ രക്ഷിച്ചു. സേഫ് ആണ്, ആള് ഹെൽത്തി ആണ്. അതാണ് നമ്മളിവിടെ തന്നെ റിലീസ് ചെയ്ത്. നമുക്ക് എന്തെങ്കിലും ഇഞ്ചുർഡ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ശരത്താണ് വെറ്റിനറി കോളേജിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ വയറ് കണക്ഷനുള്ള ആളാണ്. അപ്പോ ശരത്തിന് അവിടെ കുറെ ഡോക്ടർമാരെ എല്ലാം പരിചയമുണ്ട്. അപ്പൊ ഞങ്ങള് കുറെ ട്രീറ്റ്മെന്റ് ചെയ്യാറ് പാമ്പുകളെ. ഇപ്പോ കുറച്ചാൾ മുന്നേ ഈ പുല്ലുവട്ടണം വിഷയം വെച്ച് അടിച്ചിട്ട് ഒരു മലമ്പാമ്പ് പൈത്തൺ അതിനെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ ചെറിയ സർജറി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചാൾ മുന്നേ ഒരു യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ ഒരു പൈത്തന്റെ കേസ് തന്നെ ഈ മീൻ പിടിക്കുന്ന സ്ലിംഗ് ഷോട്ട് വെച്ച് അടിച്ചിട്ട് അതും കയറിയിട്ട് അതും സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഇവിടെ തൃശ്ശൂർ ജില്ലയിലത്തെ റെസ്ക്യൂർമാരൊക്കെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാബ് വെച്ച കൂടാണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം തന്നെ ആൾക്കാരാണ്. അതെപ്പോൾ വിളിച്ചാലും 24 മണിക്കൂറിൽ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറയും. വില്ലിംഗ് ആണ്, അതിൽ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ്. ഈ നീ ഞാൻ പോന്ന് പറഞ്ഞ പേരിടുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ എടുത്ത് അപ്പോൾ എത്തിക്കോളും. അതും കൂടുതലും ഭാഗം അവരെ വണ്ടിയിൽ അവർ പെട്രോൾ അടിച്ചുകൊണ്ട് അവരെ സ്വന്തം പൈസ ലാഭിട്ട് വരുന്നത്. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ഇത്ര ഡിമാൻഡ് ചെയ്യണ ആൾക്കാരൊന്നല്ല. കിട്ടില്ല, ഒന്നുമില്ല. ചിലപ്പോൾ ചില വീട്ടിൽ ഒരു ചായ കൊടുത്ത സന്തോഷമായിട്ട് പറയാം. പിന്നെ ചെല്ലുമ്പോ നമുക്ക് അറിയണ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിൽ നല്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ, ട്രെയിനിങ് ഒക്കെ? നമുക്ക് ട്രെയിനിങ് ഉണ്ട് ഓൾറെഡി. നമുക്ക് ഈ ലൈസൻസ് ഇടുന്ന സമയത്ത് ട്രെയിനിങ് ഉണ്ട്. നമ്മുടെ അൻവർ സാർ എന്ന് പറയും, സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലത്തെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു ജോജു മുക്കാട്ടുകാരൻ എന്നാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, സ്നേക് മാനിയാക്ക് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പൊ കാണുന്നവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതല്ല കുറെ അറിവുകൾ കിട്ടും അങ്ങനെയുണ്ട്. അപ്പം ഇതിന്റെ വീട് എവിടെയാ? എന്റെ വീട് ശരിക്കും പ്രോപ്പർ ചാഴൂർ എന്ന് പറയാം, അന്തിക്കാട് ഭാഗമാണ്. ഞാൻ താമസിക്കുന്നത് പറവട്ടാനി കോട്ടേഴ്സിലാണ്. പിന്നെ ശരത്തിന്റെ വീട് മടക്കത്തറയാണ്. അതെ, വിളിച്ച സമയത്ത് വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല മീൻ കൂട്ടാനും വറുത്ത മീനൊക്കെ കൂട്ടി ചോറിട്ട് പോയിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അടുത്തോട്ടം വിളിച്ചപ്പോ തന്നെ വരുന്നത്. അല്ല, ഇത് കുറച്ച് ഡിലേ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ സേഫ് ആണ് പാമ്പ് വലയിലേക്കാണ്. ശരി, ഞങ്ങളപ്പോ അപ്പൊ ചായ കുടിക്കില്ലേ? കുടിക്കുന്നില്ല, ഞങ്ങൾ അടുത്ത വരും എന്തായാലും.
മോള് ഇതുവരെ വന്നിട്ടില്ലല്ലോ? ഇനി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗ്രൂപ്പിൽ വരും. അതായത് നമുക്ക് സർപ്പ തൃശ്ശൂർ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് വേറൊരു കാര്യമുണ്ട്, ഈ സർപ്പ തൃശ്ശൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രം ഒതുങ്ങി തന്നെ കാര്യമില്ല കേട്ടോ. ഈ ഗ്രൂപ്പിൽ നമുക്കിപ്പോൾ പാമ്പ് കേസ് വന്നപ്പോൾ എന്നെ വിളിച്ചാലോ ശരത്തിനെ വിളിച്ചാലോ ഏതൊരു റെസ്ക്യൂറെ വിളിച്ചാലും കേരളത്തിൽ എവിടെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവർ എറണാകുളത്ത് ഒരു കേസ് വന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു കേസ് വന്നാലും നമ്മുടെ ജില്ലാതല കോർഡിനേറ്റർമാരുണ്ട്, എല്ലാവരും തമ്മിലൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ കസിൻസിന്റെ വീട്ടിലോ ആരെങ്കിലും വീട്ടിലൊരു പാമ്പ് വന്നാൽ പോലും നമുക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടേക്ക് ആൾക്കാരെ അറേഞ്ച് ചെയ്ത് വിടാം. അതിനും കുഴപ്പമില്ല. അപ്പൊ കേരളം മൊത്തം ഉണ്ട്. പിന്നെ പാമ്പുകൾ വെച്ചൊരു അവയർനെസ് എടുക്കുക, അത് ആലോചിക്കുക. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. പടികളൊക്കെ ഉണ്ടെങ്കിൽ പടിക്ക് നോക്കിയിട്ട് ഇറങ്ങാം. അത് ശീലാക്കാം, ആരായാലും ഒന്ന് ശീലാക്കാം. പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ഡംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൈയിട്ട് എടുക്കാണ്ടിരിക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വടി കൊണ്ടോ എന്തുകൊണ്ടൊന്ന് ജസ്റ്റ് മാറ്റി നോക്കിയതിന് ശേഷം മാത്രം എടുക്കാം. അല്ല ശരിയാണ്, നമ്മൾ പണ്ടത് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ മേ ബി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടകാലം എപ്പോഴും വരാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ റെസ്ക്യൂ ചെയ്യുമ്പോഴും ശരത്ത് റെസ്ക്യൂ ചെയ്യുമ്പോഴും നമ്മുടെ ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്ക്യൂർമാർ, ലൈസൻസ് കിട്ടില്ല ഏത് റെസ്ക്യൂർമാരും റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും ഒരു ബൈറ്റ് ഉണ്ടാവാം, ഒരു അറ്റാക്ക് ഉണ്ടാവാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം റെസ്ക്യൂ ചെയ്യുള്ളൂ. ഇപ്പൊ ചേരാനെ പോലും റെസ്ക്യൂ ചെയ്യുമ്പോൾ അതങ്ങനെ ചെയ്യുള്ളൂ. നമുക്ക് സ്ട്രെസ് കുറച്ചിട്ട് പാമ്പിന് സ്ട്രെസ്സിൽ നമുക്കും നമ്മൾ സേഫ് ആണ് ആ രീതിയിൽ മാത്രം നമ്മൾ സേഫ് റെസ്ക്യൂ എന്ന് പറയാം. ആ രീതിയിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷോ ഇല്ല, ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. എല്ലാതും എത്ര പരിമിതമായ രീതിയിൽ എത്ര സമയം കുറച്ചുകൊണ്ട് എത്ര മനോഹരമായി ചെയ്യാൻ പറ്റും, അതാണ് നമ്മള് ഇപ്പൊ ട്രെൻഡിങ് എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാമ്പിനെ തൊടാണ്ട് എങ്ങനെ റെസ്ക്യൂ ചെയ്യാം, അതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ചെയ്തോണ്ടിരിക്കുക. പാമ്പ് ചിലപ്പോ തൊടേണ്ട ആവശ്യം വരെ വരാറില്ല. പാമ്പ് പോലും അറിയില്ല ചിലപ്പോ, അങ്ങനെ വരെ റെസ്ക്യൂ ചെയ്യാം ചിലപ്പോ. അങ്ങനെയാണ് കൂടുതൽ. ഇപ്പൊ ഞാനിപ്പോ റെസ്ക്യൂ ചെയ്യുമ്പോ ആ പാമ്പ് പോലും അറിയാതെ എങ്ങനെ റെസ്ക്യൂ ചെയ്യാം എന്നാണ് എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശരത്തായാലും ആരായാലും അങ്ങനെ. അപ്പൊ ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ടെന്ന് മുന്നോട്ട് വരുന്നത് എല്ലാവരും ഭയങ്കര ആക്റ്റീവാ. അപ്പൊ ശരി, ഇനി ഇവര് പോവാന്ന്. ഇപ്പൊ ശരി, ഞങ്ങൾ കേട്ടപ്പോ ഓക്കെ. അപ്പൊ